ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോയാണ്. ഞാനും അക്കുവും കുഞ്ഞിപ്പെണ്ണും കൂടെ ബത്തേരിക്ക് പോകുക രാവിലെ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ കുറച്ച് താമസിച്ച് പോയി. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാവട്ടെ ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വൈകുന്നേരം എൻ്റെ ചേട്ടായി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് വടക്കനാട് ഒരു മില്ലുണ്ട് കേട്ടോ. അവിടെ നല്ല നല്ല പൊടികളൊക്കെ കിട്ടും, എല്ലാ വകയും ഉണ്ട്. അപ്പോൾ അവിടെ പോയതാ. ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പല പ്രാവശ്യം ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ കാട് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ വൈകുന്നേരം നല്ല കാറ്റും ഇടിയും മഴയൊക്കെയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഭയങ്കര കാറ്റും ഇടിയും മഴയൊക്കെ ആയിരുന്നു. ഇടി വെട്ടുന്നുണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞ മില്ല്. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഗൾഫിലേക്കൊക്കെ സാധനങ്ങൾ അയക്കുന്നുമുണ്ട് ഇവിടുന്ന്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവഴി പോകുമ്പോൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ചേട്ടായി വന്ന സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുവാ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വന്നു. അപ്പോൾ ഒന്ന് വീഡിയോയും എടുത്തതാണ്. ചോളത്തിൻ്റെ അവല് നമ്മൾ സാധാരണ അവല് നനയ്ക്കുന്ന നനയ്ക്കുന്ന അല്ല, വെള്ളം കൂട്ടാതെ തേങ്ങ മിക്സ് ആക്കിയാൽ മതിയല്ലേ? ചെറുതായിട്ട് വെള്ളം നനച്ചാൽ തന്നെ പിന്നെ ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ മുത്താറിൻ്റെ ചാമ, മുത്താറി ചാമ ഇതെന്താ സംഭവം? ഇത് മിക്സഡ് മുത്താറിയും കാണിച്ചില്ലേ? മുത്താറിയും ചോളവും ചാമയും എല്ലാം കൂടെ മിക്സ്. ഇത് മുത്താറിയും ചോളവും ചാമയും മാത്രം. മുത്താറിയും പിന്നെ ചോളവും മാത്രം. ഇത് ചാമയും മുത്താറി പിന്നെ സെപ്പറേറ്റ് വേറെ ഉണ്ട്. ഇത് ചാമ, ഇത് റാഗി മാത്രം, ഇത് ചാമ മാത്രം. മസാല ഒക്കെ ഇവിടെ തന്നെ പൊടിക്കുന്നത്. ചേട്ടന്റെ വീഡിയോ എടുക്കുന്നുണ്ടേ. ആണോ? സാമ്പാർ പൊടിയുണ്ട്, പിന്നെ ഫിഷ് മസാല, ഗരം മസാല, ചിക്കൻ മസാല, ഇറച്ചി മസാല, കാപ്പിപ്പൊടി, പിന്നെ സ്പെഷ്യൽ കാപ്പിപ്പൊടി. ഇത് കാശ്മീരി മുളക് പൊടി, ഇത് മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, പുളി, കുടംപുളി അല്ലേ, പിന്നെ ഗ്രാമ്പൂ, ഇത് ചതച്ച മുളക്, വടുക്, അരിപ്പപ്പടം. നീങ്ങി നിന്ന മോനെ. ചോളം മാത്രം. ഇവിടെ കുറേ ടൈപ്പ് അച്ചാറുകളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എല്ലാ സാധനങ്ങൾക്കും. ഇവിടെ എല്ലാം കഴുകി ഉണക്കിയൊക്കെ പൊടിച്ച് എടുക്കുന്നതാണ്. ഇവിടെ കഴുകി ഉണക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ചൂതമീൻ അച്ചാർ.
എല്ലാം കഴുകി ഉണക്കി എടുക്കുന്ന ഇവിടുത്തെ യൂട്യൂബിലുണ്ട്. ആണോ? ഗരം മസാല കിട്ടണേ. കാപ്പിപ്പൊടി വേണോ? കാപ്പിപ്പൊടി വേണ്ട. രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് നോർമലും ഒന്ന് സ്പെഷ്യലും. ഇതിൽ ഏലം ജീരകം കൊക്കോ പൗഡറൊക്കെ ഉണ്ട്. കൊക്കോ പൗഡറൊക്കെ ഉണ്ട്. ഞാൻ അവിടെ സ്മെല്ല് കാണിച്ചത്. ഇടി കിട്ടും. മഴ വരുന്നുണ്ട്, നല്ല മഴയായിരുന്നേ. ഇനിയിപ്പോൾ എല്ലാം കഴുകി ഉണക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഭയങ്കര ചൂടാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇതാണ് മെഷീൻ കേട്ടോ, ഫിൽറ്റർ ചെയ്യുന്ന മെഷീൻ ഇത്. ഷീറ്റിട്ട് മൂടിയാണ്. ഇതല്ലേ? ഫിൽറ്റർ ചെയ്യുന്നത്. അതോ? അത് ക്ലീൻ ആക്കിയിട്ടുള്ള വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ വരുന്നത്. ഇതിലേക്ക് നമ്മൾ മറ്റുള്ള വെളിച്ചെണ്ണ നമ്മൾ അവിടുന്ന് വരുന്ന ഈ പൈപ്പ് അവിടുന്ന് നമ്മൾ എണ്ണ അടിച്ച് അവിടുന്ന് എണ്ണ ആട്ടിയിട്ട് മോട്ടർ വെച്ചിട്ട് അടിക്കും. ഇതിലേക്ക് വീഴ്ത്തും. ഇവിടുന്ന് ഈ മോട്ടർ വെച്ചാണ് നമ്മൾ ഫിൽറ്റർ മെഷീനിലേക്ക് കയറ്റിയിട്ട് ഇവിടെ എല്ലാം കഴുകി ഉണക്കുന്നില്ലേ? മഴയൊക്കെയുള്ള സമയത്ത് മുട്ടരെ കഴുകിയിട്ടിരിക്കുന്നു. മല്ലിയൊക്കെ കഴുകി ഉണക്കി കെട്ടിട്ടിരിക്കുന്നു. അങ്ങേ അറ്റത്തുന്നതാ അത് നമ്മുടെ വാളംപുളി ഉപ്പൊക്കെ ഇട്ട് ഇടിച്ച് ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് ഉണക്കാനൊക്കെ. പിന്നെ ഇവിടെ നെല്ലൊക്കെ കുത്തുന്ന അരിയൊക്കെ കിട്ടും. പച്ചനെല്ല് കുത്തിയതും ഉണക്ക അരിയും എല്ലാം കിട്ടുവേ. ഇന്നാൾ വെള്ളമാനെ കണ്ടിട്ട് വാർത്തയൊക്കെ വന്നില്ലേ, അത് ഈ കാട്ടിൽ നിന്നാണ്. പിന്നെ മുട്ടിക്കൊമ്പനെ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ട് പോയതൊക്കെ ഈ കാട്ടിൽ നിന്നാണ്. മഴയൊന്ന് തോർന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഇതാ വരുന്ന വഴിക്ക് കുറേ മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴാണ് കിട്ടുന്നത്. നടക്കാൻ തുടങ്ങിയപ്പോൾ നിൽക്ക് അനങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കിട്ടാൻ തുടങ്ങി. വൈകിട്ട് പിന്നെ ഒന്നുകൂടെയും ടൗണിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.